ഈ സ്ഥാപക ദിനത്തിൽ 1968 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും പിന്നോക്കമായ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്ന് പേരുണ്ടെങ്കിലും മലപ്പുറവും ഇതെല്ലാം തന്നെ മലബാറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കോഴിക്കോടായിരുന്നു. അതുകൊണ്ട് ആ പേര് സമുചിതമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ 2 നൂറ്റാണ്ടുകളിൽ, അതായത് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും 2 കൊല്ലം അപ്പുറവും 2 കൊല്ലം ഇപ്പുറവും അതിൻ്റെ വൈസ് ചാൻസലറായിട്ട് പ്രവൃത്തിയെടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. യൂണിവേഴ്സിറ്റി വരുമ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി അതിൻ്റെ തലപ്പത്തെത്തുക എന്ന് പറഞ്ഞത് തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയെ കാണിക്കുകയായിരുന്നു. ഞാൻ ചരിത്രമാണ് പഠിച്ചത്. ചരിത്രം എന്നെ അന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന 3 പ്രൊഫസർമാർ MVS നാരായണൻ, TK രവീന്ദ്രൻ, അതുപോലെ തന്നെ MV ശ്രീകുമാരൻ നായർ, അവരുടെ കീഴിൽ കിട്ടിയ ആ ഒരു പാണ്ഡിത്യം, എനിക്ക് നേടാൻ കഴിഞ്ഞ പാണ്ഡിത്യമാണ് എന്നെ ഇത്രയും വളർത്തിയെടുത്തിരുന്നത്. ഞാൻ ഏതെങ്കിലും കോളേജിലായിരുന്നു ചരിത്രം പഠിച്ചിരുന്നുവെങ്കിൽ ഒരു കോളേജ് അധ്യാപകനായി കഴിയുകയല്ലാതെ മറ്റൊന്നും നേടുവാൻ കഴിയുകയില്ല. അപ്പോൾ എന്നെ വളർത്തിയെടുത്തതും മലബാറിൻ്റെ ചരിത്രത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുവാനും എനിക്ക് കഴിഞ്ഞു. ഒന്നാമതായി തെയ്യം എന്ന് പറയുന്ന ഗോത്രകലയെ പറ്റിയുള്ള എൻ്റെ പഠനം 1973 കൽക്കത്തയിൽ വന്ന ആ പഠനമാണ് ഇന്നും അടിസ്ഥാന ഗ്രന്ഥമായി ട്രൈബൽ കൾച്ചറിൻ്റെ ഒരു ഗ്രന്ഥമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെയെല്ലാം തുടർച്ചയാണ് ഞാൻ BC ആയിരിക്കുമ്പോൾ അവിടെ ഒരു ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ജനതയുടെ സാംസ്കാരിക പഠനം. നമുക്ക് എത്രയോ മുമ്പ് തന്നെ ജർമ്മൻ മറ്റ് രാജ്യങ്ങൾ അവരുടെ സാംസ്കാരികമായ പോപ്പുലർ കൾച്ചറിനെ പറ്റിയിട്ടുള്ള പഠനം തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മൾ വളരെ ലേറ്റായിട്ട് 60-കൾ 70-കളിലാണ് ഇത് തുടങ്ങിയത്. അത് തുടങ്ങുന്ന കാര്യം തന്നെ വാസ്തവത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ടായിരുന്നു. ഇവിടുത്തെ ചരിത്ര പഠനങ്ങൾ നടന്നില്ല. കാരണം അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു മലബാർ. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലേക്ക് ഈ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോഴൊരു നോമാൻസ് ലാൻഡായിട്ടുള്ള മലബാറിൻ്റെ ചരിത്രത്തെ അന്താരാഷ്ട്ര തലത്തിൽ തെയ്യം, ദേശീയത, കൾച്ചറൽ ഇതായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം തുടങ്ങിയ പഠന മേഖലയിൽ PhD ഗവേഷണം നടത്തുകയും ഒരു ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിക്കുവാനും എനിക്ക് കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റു യൂണിവേഴ്സിറ്റികളിൽ ഈ പഠനം ഏറ്റെടുക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇതിൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പഠിക്കുകയും രേഖപ്പെടുത്തുന്നതിലും ഈ യൂണിവേഴ്സിറ്റി പങ്കുവഹിക്കണമെന്ന് ഇതിൻ്റെ പിതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോൾ അത് തന്നെയാണ് വാസ്തവത്തിൽ നമ്മൾ നടത്തിയിരുന്നത്. പല രംഗങ്ങളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുന്നേറുവാൻ കഴിഞ്ഞു. ഒരു ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉമ്മർകുട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ ആദിവാസികൾക്ക് വേണ്ടി 20 ലക്ഷം വാഴ വിതരണം ചെയ്ത ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ആ വാഴ വിതരണം ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ ആദിവാസി സമൂഹങ്ങളുമായി അത്യന്തം അടുത്തിടപെടുവാൻ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്നൊരു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്നൊരാശയം പുറത്തു വെക്കുവാനും അതിനെ ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും കഴിഞ്ഞു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു വൈസ് ചാൻസലർക്കും ഒരുപക്ഷെ വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുവാൻ കഴിയാറില്ല. എനിക്കത് കഴിഞ്ഞു എന്നത് എൻ്റെ കഴിവല്ല, ഈ യൂണിവേഴ്സിറ്റിയുടെ, എൻ്റെ അൽമാമീറ്ററിൻ്റെ, എന്നെ പഠിപ്പിച്ചവരുടെ, രവീന്ദ്രനെ പോലുള്ള വൈസ് ചാൻസലർമാരുടെ, ഇവരെല്ലാം കീഴിൽ ഉമ്മർകുട്ടിയെ പോലുള്ളവർ, ഗലി സാഹിബ് എനിക്ക് വലിയൊരു അവസരമാണ് തന്നത്. പഠിച്ച വിദ്യാർത്ഥിയെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് നിയമിക്കുക. എനിക്കന്ന് അധ്യാപക പരിശീലനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എക്സ്പേർട്ടോട് പറഞ്ഞ കുറിപ്പ് അത് തേടിക്കൊള്ളുമെന്നാണ് പറഞ്ഞത്. ആ അവസരം എന്നെ അദ്ദേഹം അനുഗ്രഹിച്ചതുപോലെ മറ്റൊരു വൈസ് ചാൻസലർ കാണിക്കുക. ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ അദ്ദേഹം അവശ നിലയിൽ കിടക്കുമ്പോൾ ഞാനിവിടെ പോയി കണ്ടു. സാറേ ഞാൻ റീഡറായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറിപ്പ് ഞാനിതെല്ലാം പ്രതീക്ഷിച്ചതായിരുന്നു എന്ന്. വാസ്തവത്തിൽ ഈ സ്നേഹമാണ് എന്നെ വളർത്തിയെടുത്തത്. എനിക്ക് സർവകലാശാലയ്ക്ക് വേണ്ടി പലതും ചെയ്യുവാൻ കഴിഞ്ഞു. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ ഒരിക്കലും വെള്ളമുണ്ടാകാറില്ല. അവിടെ ഏറ്റവും വലിയൊരു കുളം കുഴിപ്പിച്ചിട്ട് വെള്ളത്തിൻ്റെ നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും
ഇന്ന് സർവകലാശാല വളർന്നു വന്നിട്ടുണ്ട്, പക്ഷേ വളർച്ച പൂർണ്ണമായിട്ടില്ല. 50 കൊല്ലം കഴിഞ്ഞിട്ടും അതിന് കൽക്കത്ത യൂണിവേഴ്സിറ്റിയെ പോലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയെ പോലെ ഒരു പേരെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ബാട്ട്ലർ അവാർഡെല്ലാം നേടിയ സയൻറ്റിസ്റ്റുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ സാമൂഹ്യ രംഗത്ത്, ശാസ്ത്രീയ രംഗത്ത് എല്ലാം തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് വളർന്നു വരാൻ കഴിഞ്ഞു. 98, 2002 എൻ്റെ കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസം എന്ന ഒരു പോളിസി നടപ്പിൽ വന്നിട്ടില്ല. ഞാനത് നടപ്പിലാക്കി. ഇന്ന് ഏകദേശം 435ഓളം കോളേജുകളിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അധികവും സ്വാശ്രയ കോളേജുകളാണ്. ആ സ്വാശ്രയ കോളേജുകളിലൂടെ എത്രയോ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾക്ക്, ഇന്നലെ ഞാനൊരു കോൺവെക്കേഷനിൽ പങ്കെടുത്തിരുന്നു. അവിടെ മുഴുവൻ ഫാത്തിമ എന്ന പേരുള്ള കുട്ടികൾ നിറഞ്ഞു കണ്ടപ്പോൾ ഇത്രയും മുസ്ലിം കുട്ടികൾക്ക് പഠിച്ച് മുന്നോട്ട് വരുവാൻ കഴിഞ്ഞത് സ്വാശ്രയ കോളേജ് എന്ന പോളിസി നായനാർ വളരെ ശക്തമായി നടപ്പിലാക്കിയത് കൊണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പോലൊരു മുഖ്യമന്ത്രിയെ ഇനി ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല. എനിക്കറിയാം, ഇവിടെ മോയിൻകുട്ടി ഇത് സ്മാരക ഇത് വന്നപ്പോൾ, സ്ഥാപനം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ ഇവിടെ ഞാനൊരു BSc ഇൻഫർമേഷൻ ടെക്നോളജിയുടെ BSc തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഫയലും ഇല്ലാതെ ആ ക്ലാസ് ഉദ്ഘാടനം ചെയ്തതും പിന്നീട് കുട്ടികളെ ചേർത്ത് എത്രയോ 30-ലധികം കുട്ടികൾ എത്രയോ കൊല്ലം അവിടെ പഠിച്ചിട്ട് വരികയെല്ലാം ചെയ്തത് ഞാനിന്ന് എൻ്റെ വാർദ്ധക്യകാലത്ത് ഓർത്തു പോവുകയാണ്. വാസ്തവത്തിൽ സർവകലാശാലയിൽ ഒരു ഫാഷൻ ഡിസൈൻ കോഴ്സ് അതുണ്ടാക്കുമ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യ അതിനു വേണ്ടി 2 കൊല്ലം ഒരു പണവും വാങ്ങാതെ കോർഡിനേറ്ററായിട്ട് കഷ്ടപ്പെട്ടത് എനിക്കറിയാം. അപ്പോഴെല്ലാം തന്നെ എന്തോ എനിക്കറിയില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എനിക്ക് അനുകൂലമായിരുന്നില്ല. കാരണം മാർക്സിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്നെ നിയമിച്ചതെന്ന പേരിലാണ്. എൻ്റെ മാർക്സിസം എൻ്റെ പ്രത്യയശാസ്ത്രമാണ്. പക്ഷേ എൻ്റെ നടപടികളിൽ ഒരിക്കലും ഞാൻ മാർക്സിസം പ്രയോഗിക്കാറില്ല. ശങ്കരൻ രവീന്ദ്രൻ, ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു ഇംഗ്ലീഷ് പ്രൊഫസർ, ഞാൻ ഓർത്തു പോവുകയാണ്, അദ്ദേഹത്തെ പീഡിപ്പിച്ച പീഡനം. അദ്ദേഹം പാവത്തിന് സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് പീഡിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തിന് പ്രൊഫസർഷിപ്പ് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലിട്ടു. ഇതെല്ലാം തന്നെ എൻ്റെ രാഷ്ട്രീയം, ഞാൻ പാണ്ഡിത്യത്തെ മാത്രമേ കണക്കാക്കിയിരുന്നു. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇറ്റ് ഷുഡ് ഗോ ടു ദ വില്ലേജസ് എൻ്റെ ഒരു ആശയമായിരുന്നു. വയനാട്ടിൽ എത്രയോ വന്നു. 1000 B.Ed സീറ്റുകൾ ഞാൻ ഉണ്ടാക്കി. ആ 1000 B.Ed സീറ്റുകൾ ഉണ്ടാകുമ്പോൾ 200 SC/ST കുട്ടികൾക്ക് ഒരു ഫീസും കൊടുക്കാതെ പഠിക്കാവുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ മറ്റൊരു ദിക്കിലും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള പൂന്തോട്ടം, ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 പൂന്തോട്ടങ്ങളിൽ ഒന്നാണ് അത് പ്രസ്. ആ പ്രസ്സിൽ കേരളത്തിൽ ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് ടെക്നോളജി, ബിടെക് തുടങ്ങിയത്. അതിൽ പഠിച്ച എല്ലാ കുട്ടികളും ജോലിയിലെത്തി എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. അതിൻ്റെ വളർച്ചയിൽ 2 നൂറ്റാണ്ടുകളിലായിട്ട് എനിക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനിയും എൻ്റെ അൽമാമേറ്റർ, ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയാണ്, അഭിമാനം കൊള്ളുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ അവിടെയെല്ലാം തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ വിത്തുകൾ വിതറിക്കിടക്കുമ്പോൾ ഞാൻ ചാരിതാർത്ഥ്യം കൊള്ളുന്നു. പലരും എന്നോട് ചോദിക്കും, കുറുപ്പ് സാറല്ലേ എന്ന്. ഞാനൊരു വലിയ ഹോസ്പിറ്റലിൽ പോയി, ഇവിടെ ദുബായിലോ കണ്ടു. അവിടെയുള്ള 10 ഡോക്ടർമാർ, MD ഡോക്ടർമാർ അന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അവരെല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, കുറുപ്പ് സാറാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ വളർച്ച വലിയ വളർച്ച. നമുക്ക് ഒരുപടി പൊട്ടൻഷ്യലുണ്ട്, ഏറ്റവും നല്ല ബുദ്ധിശാലികളായിട്ടുള്ള കുട്ടികളുണ്ട്. ആ ഫാഷൻ ഡിസൈനെ ഇൻ്റർനാഷണൽ മാർക്കറ്റായിട്ട്, ടെക്സ്റ്റൈലുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കണം. ഇതിനൊന്നും അവിടെ ശ്രമങ്ങൾ നടക്കുന്നില്ല. പ്രസ് തന്നെ നശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാനവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാഠപുസ്തകങ്ങൾ മുഴുവൻ അച്ചടിച്ച് ഗവൺമെൻറ് പറയുന്ന വിലക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. നായനാര കാലത്ത് അദ്ദേഹം പാഠപുസ്തകങ്ങളുടെ അച്ചടി എനിക്ക് തന്നു. 12 രൂപയ്ക്ക് പ്രീ-ഡിഗ്രി പുസ്തകങ്ങൾ +2 എല്ലാം അടിച്ചിട്ട് അവർ പറയുന്ന ദിക്കിൽ എത്തിച്ചു കൊടുക്കും. 12 രൂപയ്ക്ക്. ഞാൻ ഇറങ്ങിയ പിറ്റേത്തെ ദിവസം അത് 25 രൂപ ആക്കിയപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടസ്റ്റും ആയിരിക്കില്ല. 12 രൂപ പാവപ്പെട്ട കുട്ടികൾ വാങ്ങുന്ന പുസ്തകത്തിന് 25 രൂപ. കാരണം സംഭവിക്കുന്നത് വൈശാഖ മാറ്റേ ഉള്ളൂ. പാഠപുസ്തകവും ടെക്സ്റ്റും പ്രൊഫസറിലും ഒന്നും തന്നെയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ സമൂഹത്തിൽ
വൈസ് ചാൻസലർമാർ സോഷ്യൽ ആക്ടിവിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കണം. ഈ വാർദ്ധക്യത്തിന് ഞാനിവിടെ പോയി, ഇവിടെ മുണ്ടക്കൈ ചൂരൽമലയിലെല്ലാം പോയി അവിടുത്തെ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ നിരാശപ്പെടരുത്, ജീവിതത്തിൽ നിങ്ങൾ മുന്നേറണം. അത് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണുനീര് അച്ഛനെ പോലെ എൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു അവരെ കാണുമ്പോൾ. തമാശക്ക് അവിടുത്തെ കലക്ടർ പറഞ്ഞു, 2 വയസ്സന്മാരാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന്. ഒന്ന് ഞാനും ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും. എനിക്കതിൽ അഭിമാനം തോന്നി. എന്തുകൊണ്ട് നമ്മുടെ വൈസ് ചാൻസലർമാർ അവിടെ പോയില്ല? അവർക്ക് കാറില്ലാതിട്ടാണ്. പക്ഷേ അവർക്ക് അതെല്ലാം ദേ ആർ നോട്ട് കെയർഡ് അബൌട്ട് ഇറ്റ്, ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദ സിറ്റ്. അതുകൊണ്ട് വൈസ് ചാൻസലർമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു സർവകലാശാലയെ ദന്തഗോപുരത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ പണിക്ക് പോകരുത്. നിങ്ങൾക്ക് എത്രയോ പണികൾ വേറെയുണ്ട്. ആ പണിയിലെ മഹത്വം നിങ്ങൾ എടുത്തുകൊണ്ട് അതിനെ നശിപ്പിക്കരുത്. നിങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരിക്കണം. കസേരയിൽ ഇരുന്ന് അറിഞ്ഞാൽ പോരാ. പോരെ.